ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു എബീസ് ക്ലാസ് റൂം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ക്ലാസ് 10 മാത്തമാറ്റിക്സ് ചാപ്റ്റർ 13 സർഫസ് ഏരിയാസ് ആൻഡ് വോളിയൂംസ് എക്സസൈസ് 13.2 ക്വസ്റ്റ്യൻ നമ്പർ 1. A solid is in the shape of a cone standing on a hemisphere with both their radii being equal to 1 cm and the height of the cone is equal to its radius. Find the volume of the solid in terms of pi. ഈ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു ഹെമിസ്ഫിയറിൻ്റെ കോണിൻ്റെയും കോമ്പിനേഷനായ ഒരു സോളിഡിനെ പറ്റിയാണ്. അപ്പോൾ നമുക്ക് നേരെ ഫിഗർ വരയ്ക്കാം. ഓക്കെ, പിന്നെ നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് രണ്ടിനും സെയിം റേഡിയസ് ആണ്, ദാറ്റ് ഈസ് 1 സെൻറ്റിമീറ്റർ. ഇത് 1 സെൻറ്റിമീറ്റർ ആണ്. റേഡിയസ് ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ. പിന്നെ ഹൈറ്റ് റേഡിയസിന് ഈക്വൽ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് ഈ ഒരു ഹൈറ്റ് 1 സെൻറ്റിമീറ്റർ ആണ്. അതായത് ഹൈറ്റ് ഓഫ് കോൺ ഈസ് ഈക്വൽ ടു 1 സെൻറ്റിമീറ്റർ. ഓക്കെ, നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈ ഒരു സോളിഡിൻ്റെ ടോട്ടൽ വോളിയം കണ്ടുപിടിക്കാനാണ്. വോളിയം, ക്വസ്റ്റ്യൻ നമ്പർ 1, വോളിയം ഓഫ് സോളിഡ് equals to volume of cone plus volume of hemisphere. നമുക്കറിയാവുന്ന ഫോർമുല നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് 1/3 പൈ ആർ സ്ക്വയർ എച്ച് ഈ പ്ലസ് വോളിയം ഓഫ് ഹെമിസ്ഫിയർ എന്ന് പറയുമ്പം 2/3 പൈ ആർ ക്യൂബ്. ഓക്കെ, നമുക്കിവിടെ നിന്ന് 1/3 കോമൺ പൈ ആർ കോമൺ എടുക്കാം. അങ്ങനെയാണെങ്കിൽ എച്ച് പ്ലസ് 2r എന്ന് വരും. ഓക്കെ, ഇനി ആ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. 1/3 പൈ ആർ സ്ക്വയർ ഉണ്ട് ഇവിടെ. 1/3 പൈ ആർ സ്ക്വയർ എച്ച് പ്ലസ് 2r. ഓക്കെ, ദെൻ പൈ ആയിട്ട് കഴിക്കാം. ദെൻ ആർ എന്ന് പറയുമ്പോൾ 1 സ്ക്വയർ. എച്ച് 1 പ്ലസ് 2 ഇൻറ്റു 1. 1/3 പൈ 2 ഇൻറ്റു 1 2. 2 പ്ലസ് 1 എന്ന് പറയുമ്പോൾ 3. 3 ക്യാൻസൽ ഈക്വൽസ് ടു പൈ. ഓക്കെ, next, question number 2. Rachel, an engineering student, was asked to make a model shaped like a cylinder with the two cones attached at its two ends by using a thin aluminum sheet. The diameter of the model is 3 cm and its length is 12 cm. If each cone has a height of 2 cm, find the volume of air contained in the model that Rachel made. ഈ ക്വസ്റ്റ്യനിൽ ഒരു സിലിണ്ടറിൻ്റെയും രണ്ട് കോണിൻ്റെയും കോമ്പിനേഷനായ ഒരു മോഡൽ ഉണ്ടാക്കിയതിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ഇങ്ങനൊരു സിലിണ്ടറും അതിൻ്റെ രണ്ട് എൻഡിലായിട്ട് ഓരോ കോൺ വെച്ചും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്കിവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ഇതിൻ്റെ ഡയമീറ്റർ 3 സെൻറ്റിമീറ്റർ എന്ന് പറയുന്നുണ്ട്. ദാറ്റ് ഈസ് ഡി ഈസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എത്രയാണ്? 3/2 സെൻറ്റിമീറ്റർ. പിന്നെ ക്വസ്റ്റ്യനിൽ പറയുന്നത് ടോട്ടൽ ലെന്ത്, ഈ ഒരു ലെന്ത് എന്ന് പറയുന്നത് 12 സെൻറ്റിമീറ്റർ. അതേപോലെ ഈ ഒരു ഹൈറ്റ് എന്ന് പറയുന്നത് 2 സെൻറ്റിമീറ്റർ. എച്ച് ഇസ് ഈക്വൽ ടു, അതായത് ഈ കോണിൻ്റെ ഹൈറ്റ് ആണേ, കോൺ ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. പിന്നെ നമുക്കിവിടെ ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റും കൂടെ കണ്ടുപിടിക്കാം. ഹൈറ്റ് ഓഫ് സിലിണ്ടർ ദാറ്റ് ഈസ് ക്യാപിറ്റൽ എച്ച്. എച്ച് ഇസ് ഈക്വൽ ടു, ഇത് 2 സെൻറ്റിമീറ്റർ. അതേപോലെ ഇവിടെയും സെയിം ഹൈറ്റിൻ്റെ ഒരു കോണാണ് വെച്ചിരിക്കുന്നത്. അതായത് ഇവിടെയും 2 സെൻറ്റിമീറ്റർ. ഓക്കെ, ഇതും 2 സെൻറ്റിമീറ്റർ, ഇതും 2 സെൻറ്റിമീറ്റർ, ടോട്ടൽ 4 സെൻറ്റിമീറ്റർ ആയി. ഈ ടോട്ടൽ ഹൈറ്റ് നമുക്കിവിടെ തന്നിരിക്കുന്നത്, ടോട്ടൽ ലെന്ത് എന്ന് തന്നിരിക്കുന്നത് 12 സെൻറ്റിമീറ്റർ ആണ്. അപ്പം ഈ ഒരു സിലിണ്ടറിൻ്റെ ഈ ഒരു ഹൈറ്റ് എത്രയാണ്? 12 മൈനസ് 8. ഓക്കെ, 12 മൈനസ് 4. അതായത് ഇവിടെ ഈ ഒരു 2 സെൻറ്റിമീറ്റർ, ഈ ഒരു 2 സെൻറ്റിമീറ്റർ, ദാറ്റ് ഈസ് ടോട്ടൽ 4. ആ 4 മൈനസ് ചെയ്താൽ 8 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും ഇതിൻ്റെ ഹൈറ്റ്. നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത് ഇത് ഈ ഒരു സോളിഡ് മോഡലിനുള്ളിൽ ഉള്ള എയറിൻ്റെ വോളിയമാണ്. ദാറ്റ് ഈസ് നമുക്ക് ഇതിനകത്തിൽ ഈ ഒരു ഫിഗറിൻ്റെ ഈ ഒരു സോളിഡിൻ്റെ ടോട്ടൽ വോളിയമാണ് കണ്ടുപിടിക്കേണ്ടത്. വോളിയം ഓഫ് എയർ കണ്ടെയ്ൻഡ് ഇൻ മോഡൽ. ഇത് 3 ഷേപ്സിൻ്റെ കോമ്പിനേഷനാണ് ഈ ഒരു മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ടോട്ടൽ വോളിയം എത്രയാണ്? ഇതിൻ്റെ ഓരോന്നിൻ്റെ ഇൻഡിവിജ്വൽ വോളിയത്തിൻ്റെ സമ്മാണ്. ദാറ്റ് ഈസ് വോളിയം ഓഫ് സിലിണ്ടർ പ്ലസ് വോളിയം ഓഫ് കോൺ. ഇവിടെ ഒരു കോണല്ല, 2 കോണാണ്. ദാറ്റ് ഈസ് 2 വോളിയം ഓഫ് കോൺ. വോളിയം ഓഫ് സിലിണ്ടർ പ്ലസ് 2 ഇൻറ്റു വോളിയം ഓഫ് കോൺ. ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, വോളിയം ഓഫ് സിലിണ്ടർ എന്ന് പറയുമ്പോൾ പൈ ആർ സ്ക്വയർ എച്ച് പ്ലസ് 2 ഇൻറ്റു 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഇവിടെ ക്യാപിറ്റൽ എച്ച്, ഇവിടെ സ്മോൾ എച്ച് ആണ്, അത് മാറിപ്പോയത്. നമുക്ക് ഇവിടുന്ന് കോമൺ എടുക്കാം. പൈ ആർ സ്ക്വയർ കോമൺ എടുത്താൽ എച്ച് പ്ലസ്
2/3 h എന്ന് വരും. വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണെങ്കിൽ 22/7 ഇവിടുത്തെ റേഡിയസ് 3/2 ആണ്. 3/2 ഹോൾ സ്ക്വയർ ഇൻറ്റു എച്ച് ക്യാപിറ്റൽ എച്ച് 8 പ്ലസ് 2/3 ഇൻറ്റു സ്മോൾ എച്ച് എത്രയാണ് 2. ഓക്കെ, 22/7 ഇൻറ്റു 3/2 ഇൻറ്റു 3/2 2 ഇൻറ്റു 2 4 4/3 8 പ്ലസ് 4/3. അപ്പോൾ LCM എടുക്കുവാണെങ്കിൽ 3 ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ 24 പ്ലസ് 4/3. ഓക്കെ, ദെൻ 22 ക്യാൻസൽ 11 ആവും. 11 ഇൻറ്റു 3 ഇൻറ്റു 3/2/7 ഇൻറ്റു 28/3. ഈ 3 ക്യാൻസൽ ആവും. 7 28 ക്യാൻസൽ 4 2 4 ക്യാൻസൽ 2. ഓക്കെ, 2 ഇൻറ്റു 3 ഇൻറ്റു 11 that is 66 centimeter cube. Total volume is equal to 66 centimeter cube. Next, question number 3. A gulab jamun contains sugar syrup up to about 30% of its volume. Find approximately how much syrup would be found in 45 gulab jamuns, each shaped like a cylinder with 2 hemispherical ends, with length 5 cm and diameter 2.8 cm. ഈ ക്വസ്റ്റ്യൻ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഗുലാബ് ജാമുൻസ് ആണ്. ഗുലാബ് ജാമുൻ്റെ ഷേപ്പ് എന്ന് പറയുന്നത് സിലിണ്ടർ വിത്ത് 2 ഹെമിസ്ഫെറിക്കൽ എൻഡ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് സിലിണ്ടർ വിത്ത് 2 ഹെമിസ്ഫെറിക്കൽ എൻഡ്സ്. ഓക്കെ, പിന്നെ ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് 5 സെൻറ്റിമീറ്റർ ആണ്. 5 സെൻറ്റിമീറ്റർ. അതേപോലെ ഡയമീറ്റർ എന്ന് പറയുന്നത് 2.8 സെൻറ്റിമീറ്റർ ആണ്. ഡയമീറ്റർ ഈസ് ഈക്വൽ ടു 2.8 സെൻറ്റിമീറ്റർ. അങ്ങനെയാണെങ്കിൽ റേഡിയസ് എത്രയാണ്? റേഡിയസ് ഈസ് ഈക്വൽ ടു 1.4 സെൻറ്റിമീറ്റർ. ഓക്കെ, ഈ ഇവിടുന്ന് റേഡിയസ് 1.4, ഈ ഒരു ലെന്ത് 1.4, ഈ ഒരു ലെന്തും 1.4, അതായത് ഇപ്പോൾ എത്രയായി? 2.8 ആയി. നമുക്ക് ഈ സിലിണ്ടറിൻ്റെ ഹൈറ്റും കൂടെ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഹൈറ്റ് ഓഫ് സിലിണ്ടർ എത്രയാണ്? എച്ച് എത്രയാണ്? 5 മൈനസ് 2 ഇൻറ്റു 1.4. ഈ 1.4ഉം ഈ ഒരു 1.4, അതായത് 2.8. 5 മൈനസ് 2.8 വിച്ച് ഈസ് ഈക്വൽ ടു 2.2 സെൻറ്റിമീറ്റർ. ഒരു ഗുലാബ് ജാമുൻ്റെ 30% വോളിയം എന്ന് പറയുന്നത് ഷുഗർ സിറപ്പാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ടോട്ടൽ 45 ഗുലാബ് ജാമുൻ ഉണ്ടെങ്കിൽ അതിനകത്ത് മൊത്തം കൂടെ എത്ര വോളിയം ഷുഗർ സിറപ്പ് ഉണ്ടെന്നാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഒരു ഗുലാബ് ജാമുൻ്റെ ടോട്ടൽ വോളിയം കണ്ടുപിടിക്കാം. ഓക്കെ, വോളിയം ഓഫ് എ ഗുലാബ് ജാമുൻ. ഇതിൻ്റെ വോളിയം എത്രയാണ്? ഇത് 3ൻ്റെ കോമ്പിനേഷനാണ് ഈ ഒരു ഗുലാബ് ജാമുൻ, ഈ ഒരു 3 ഫിഗർ ഷേപ്പിൻ്റെ. അപ്പം നമുക്ക് വോളിയം ഓഫ് സിലിണ്ടർ പ്ലസ് 2 ഇൻറ്റു വോളിയം ഓഫ് ഹെമിസ്ഫിയർ. 2 ഹെമിസ്ഫിയർ ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് ഫോർമുലാസ് കൊടുക്കുവാണെങ്കിൽ πr² h പ്ലസ് 2 ഇൻറ്റു 2/3 πr³. ഓക്കെ, നമുക്ക് കോമൺ എടുക്കാം. πr² കോമൺ ആണ്. h പ്ലസ് 2 ഇൻറ്റു 2 4/3 r. വാല്യൂസ് കൊടുക്കാം നമുക്ക്. 22/7 ഇൻറ്റു റേഡിയസ് എത്രയാണ്? 1.4 ഇൻറ്റു 1.4 ഹൈറ്റ് എന്ന് പറയുന്നത് 2.2 പ്ലസ് 4/3 ഇൻറ്റു റേഡിയസ് 1.4. ഓക്കെ, ദെൻ ഈ 7 1.4 ക്യാൻസൽ 0.2. 22 ഇൻറ്റു 0.2 എന്ന് പറയുന്നത് 22 ഇൻറ്റു 2 44. ഡെസിമൽ പോയിന്റ് ഇട്ടാൽ 4.4. അത് 44 ഇൻറ്റു 14 ചെയ്യാം. 16 1 17 4 4 6 1/6. ഓക്കെ, 2 ഡെസിമൽ പോയിന്റ് ഉണ്ട്. ദാറ്റ് ഈസ് 6.16 ഇൻറ്റു 2.2 പ്ലസ് 4 ഇൻറ്റു 14 56. 14 അല്ല, ഇവിടെ 1.4 ആണ്. അതായത് 4 ഇൻറ്റു 14 56 ആണെങ്കിൽ 4 ഇൻറ്റു 1.4 എന്ന് പറയുമ്പം 5.6/3. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ LCM എടുക്കാം. ദാറ്റ് ഈസ് 6.16 6.6 പ്ലസ് 5.6/3 ഈക്വൽസ് 6.16. ഇതെന്ന് പറയുമ്പോൾ 12.2/3. 6.6 പ്ലസ് 5.6 12.2 മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, നമുക്കിത് ഇവിടെ ഇട്ടേക്കാം. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ടോട്ടൽ 45 ഗുലാബ് ജാമുൻസിൻ്റെ ടോട്ടൽ വോളിയമാണ്. ടോട്ടൽ വോളിയം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ 30% എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള ഷുഗർ സിറപ്പിൻ്റെ വോളിയവും കിട്ടും. നമുക്ക് കണ്ടുപിടിക്കേണ്ടതും അത് തന്നെയാണല്ലോ. അപ്പം നമുക്ക് 45 ഗുലാബ് ജാമുൻസിൻ്റെ വോളിയം കണ്ടുപിടിക്കാം. ഒരു ഗുലാബ് ജാമുൻ്റെ വോളിയം ഇത്രയുമാണെങ്കിൽ 45 ഗുലാബ് ജാമുൻ്റെ വോളിയം എത്രയായിരിക്കും? ഇത് ഇൻറ്റു 45. ദാറ്റ് ഈസ് വോളിയം ഓഫ് 45 ഗുലാബ് ജാമുൻ is equal to 45 into 6.16 into 12.2/3. ഒരു ഗുലാബ് ജാമുൻ്റെ വോളിയമാണ്.
45 ഇതുപോലത്തുള്ള സെയിം ഗുലാബ് ജാമുൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ വോളിയം എന്ന് പറയുന്നത് 45 ഇൻറ്റു വോളിയം ഓഫ് 1 ഗുലാബ് ജാമുനാണ്. ഓക്കെ, ഇവിടെ 3യും 45 ക്യാൻസലായി 15. ഓക്കെ, മൾട്ടിപ്ലിക്കേഷനാണ് 616. ഓക്കെ, 616 2 1 2 2 3 2 1 2 3 2 1 6 1 6. Okay, then 2 5 1 5 7. then ഇതേ ഇൻറ്റു 15 ഉണ്ട്, നമ്മൾ ഇത് മൾട്ടിപ്ലൈ ചെയ്ത് 15. ഓക്കെ, 5 0 6 7 5 7 5 2 5 1 5 7. സം എടുത്താൽ 0 8 2 7 2 1 1. ഓക്കെ, നമ്മൾക്ക് ഇവിടെ 3 ഡെസിമൽ പ്ലേസസ് ആണ്. അതായത് 3 ഇട്ടാൽ 1127.228 സെൻറ്റിമീറ്റർ ക്യൂബാണ് ഇതിൻ്റെ വോളിയം. പക്ഷെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഇതാണോ? അല്ല. ഇത്രയും വോളിയം, അതായത് 45 ഗുലാബ് ജാമുൻ്റെ ടോട്ടൽ വോളിയമാണ് ഇത്രയും. നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഗുലാബ് ജാമുൻ്റെ വോളിയത്തിൻ്റെ 30% ആണ് ഷുഗർ സിറപ്പ് ഉള്ളത്. അതായത് ഈ വോളിയത്തിൻ്റെ 30% കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് വോളിയം ഓഫ് ഷുഗർ സിറപ്പ് ഈക്വൽ ടു 30%. 30% എന്ന് പറയുമ്പോൾ 30/100 ഓഫ് 1127.28. ഓക്കെ, ദെൻ 0 0 ക്യാൻസൽ, മൾട്ടിപ്ലൈ ചെയ്യാം. 112728 multiplied by 3. 3 8 24 2 8 1 8 3 3. ഓക്കെ, ഇവിടുത്തെ പോയിന്റ്സ് എന്ന് പറയുന്നത് 2 ഡെസിമൽ പ്ലേസസ് ആണ്. ദാറ്റ് ഈസ് 3381.84 ഡിവൈഡ് ബൈ ഈ ഒരു 10 ഇവിടെ ഉണ്ട്. ഓക്കെ, ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 38.18. ക്വസ്റ്റിനിൽ തന്നത് ഒരു ഗുലാബ് ജാമുൻ്റെ വോളിയത്തിൻ്റെ 30% വോളിയം എന്ന് പറയുന്നതും ഷുഗർ സിറപ്പാണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ 45 ഗുലാബ് ജാമുൻ ഉണ്ടെങ്കിൽ അതിനകത്തിലുള്ള ടോട്ടൽ ഷുഗർ സിറപ്പിൻ്റെ വോളിയമാണ്. അപ്പോൾ നമ്മൾ ചെയ്തത് ഒരു ഗുലാബ് ജാമിൻ്റെ വോളിയം കണ്ടുപിടിച്ചു. അങ്ങനെയാണ് സെയിം അത്രയും 45 ഉണ്ടെങ്കിൽ 45 ഗുലാബ് ജാമുൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ടോട്ടൽ വോളിയം ഇത്രയാണ്. വോളിയത്തിൻ്റെ 30% ആണ് ഷുഗർ സൊല്യൂഷൻ. അപ്പം നമുക്ക് ഈ ഒരു കിട്ടിയ വോളിയത്തിൻ്റെ 30% എടുത്തു. ദാറ്റ് ഈസ് 338.184 ആണ്. അത്രയുമാണ് നമുക്കുള്ള ഷുഗർ സിറപ്പിൻ്റെ വോളിയം. വേണമെങ്കിൽ ഇത് അപ്രോക്സിമേറ്റ് ചെയ്ത് 338 സെൻറ്റിമീറ്റർ ക്യൂബ് എന്നും എഴുതാനായിട്ട് പറ്റും. ഓക്കെ.